ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വെള്ളമില്ല ഞങ്ങൾക്ക്, അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതിന് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ റെസ്റ്റാണ്. അമ്മയുണ്ട്, ഇളയ മോനുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ. ഒരു സൈസ് പുല്ലാണേ, അത് ബ്രൗൺ കളർ പുല്ല് കണ്ടോ, കാണാൻ പറ്റിയോ? ഞാൻ ആദ്യം ഇത് നട്ട് വലുതായപ്പോൾ ഞാൻ വിചാരിച്ചത് കരിമ്പല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനിങ്ങനെ തണൽ നോക്കി വന്നിരുന്നു. അമ്മ വഴക്ക് പറഞ്ഞു, പൊടി വെയിലത്ത് പൊടി, ഭയങ്കര ചൂടല്ലേ ഇപ്പോഴ്, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടല്ലേ. അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നു. ഇങ്ങനെ മുകളിലോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ അവിടെ പോകാൻ പറ്റത്തില്ല. ഈ വണ്ടി തള്ളി കയറ്റാൻ എനിക്കുള്ള ശക്തിയില്ല. പിന്നെന്താ എൻ്റെ കൂട്ടുകാർക്ക് വിശേഷം? ഞാനിങ്ങനെ വന്നിരിക്കും, ചില സമയത്തൊക്കെ ഞാനിങ്ങനെ വന്നിരിക്കും. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എൻ്റെ സ്ഥാനം ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ ഒരു മലയുണ്ട്, ആ സൈഡിലൊരു മലയുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പറേ സൈഡിലും മലയാണ്, ഈ സൈഡിൽ ഫുൾ മലയാണ്. ഇത് ഫുൾ മലയാണേ. പിന്നെ ഈ സൈഡിൽ പടിഞ്ഞാറ് വശം മാത്രം മലയില്ല. അപ്പം ഫുള്ളായിട്ട് എന്താ പറയുക, ചുറ്റുപാടും മലയുടെ ഒത്ത നടുവിലാണ് ഞങ്ങളുടെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത്. അവിടെ അതാ ഒരു നഞ്ചമൂപ്പനുണ്ടേ, അപ്പുറത്തെ ഒരാദിവാസി, അവർ പാവമായിരുന്നു നഞ്ചമൂപ്പൻ. ഞാൻ നടക്കുന്ന സമയത്തൊക്കെ വൈകുന്നേരം അവർ സിറ്റിയുണ്ട്, അഗളി പോകാൻ നേരത്ത് ഇതിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നഞ്ചമൂപ്പൻ്റെ സമാധി കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. കണ്ടോ, ഒരു ബ്ലാക്ക് കളറിൽ, അറിയുന്നില്ല. അവർ ഒരു പാവപ്പെട്ടൊരു മൂപ്പനായിരുന്നു. ആടുണ്ട്, കുറേ ആടുണ്ട്. ആട്ടുപണ്ണ എന്നൊക്കെ പറയും. ആട്ടുപണ്ണ വെച്ചിട്ടുണ്ട് അവർ. ഇഷ്ടംപോലെ 10-60 ആടൊക്കെ ഉണ്ടാവും ആ സമയത്ത്. ഞാൻ എന്നിട്ട് അവിടെ കയറി ചെല്ലും. അവിടേക്ക് ചുമ്മാ സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ കയറി ചെല്ലും. അവിടെ കയറി ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ എന്നോട് പറയും, നീ ആട് മൊത്തം പിടിച്ചിട്ട് പൊക്കോന്ന് പറയും എന്നോട്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് 2 ആടിനെ മതി മുപ്പ, എനിക്ക് അധികം ആടൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടിങ്ങ് വരും. പിന്നെ വൈകുന്നേരം ആകുമ്പം മകളിപ്പം മിക്കപ്പോഴും ഇവിടെ ചായ കുടിക്കാനൊക്കെ വരും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഹിന്ദിക്കാരാണെന്ന്. അന്ന് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഹിന്ദിക്കാർ. 10-15 പശുക്കളുള്ള ഫാമായിരുന്നു ഇത്. അന്ന് കൂടെ ഹിന്ദിക്കാരുണ്ട്. 10-15 പശുവിനെ ഒറ്റയ്ക്കൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം 15 പശുവും അതിൻ്റെ കുട്ടികളും ഒക്കെയുള്ള ഒരു വലിയൊരു ഫാമായിരുന്നു. നല്ലൊരു ഫാമായിരുന്നു, നല്ല വീറും വൃത്തിയെല്ലാം ചൊടിയോടെ നടന്നൊരു ഫാമായിരുന്നു. അങ്ങനെ 3 പേര്, ഞാൻ, ആ ഹിന്ദിക്കാർ 2 പേര്, ഹസ്ബൻഡ് വൈഫ്, അവരായിരുന്നു. അങ്ങനെ നടന്നിട്ട് അപ്പം ഇവർ ചായ കുടിക്കാൻ വരുമ്പം ഈ ഹിന്ദിക്കാരുണ്ടല്ലോ, അവർ പാലിൽ വെള്ളം ഒഴിക്കത്തില്ല. നമ്മളെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് അല്ല 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ ചായ ഇടുക, അല്ല 1 ഗ്ലാസ് അങ്ങനെയൊക്കെ 1/4 എന്നൊക്കെ ഒഴിച്ച് ഇവർ പാലെടുക്കും. 3 ഗ്ലാസ് 4 ഗ്ലാസ് പാലെടുത്തിട്ട് ഇവർ വെള്ളം ഒഴിക്കത്തില്ല. അത് കുറുകുറുങ്ങനെ, അന്ന് പിന്നെ പാലിഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറുകുറുങ്ങനെ ചായ ഇടാൻ എന്നോട് വേണം ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് വേണമെന്ന് പറയും. നല്ല കട്ടി, അതുപോലെ പഞ്ചസാര. കടുപ്പമോ അയ്യോ പറയാൻ വേണ്ട, നല്ല കടുപ്പത്തിൽ ചായ ഇട്ടിട്ട് അവർ കുടിക്കത്തുള്ളൂ. അതേപോലെ പഞ്ചസാരയും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ. എന്നിട്ട് ഈ മൂപ്പൻ വരും, ഹിന്ദിക്കാർ പറയും, ചായ എന്ന് പറയും. അപ്പം മൂപ്പൻ എന്ന് പറയും. പിന്നെ അവിടെ ഇരുന്ന് കുടിച്ചിട്ട് പിന്നെ മൂപ്പൻ അങ്ങനെ അകലിൽ വർത്തനൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ എനിക്ക് ആക്സിഡൻ്റായ സമയത്ത് ഇങ്ങനൊരു വാർത്തയൊക്കെ ഞാൻ ബോധമൊക്കെ വന്ന് എന്നെ വേറൊരു ഇതിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ സംസാരിക്കുക ചെയ്യും, നോർമലൊക്കെ ആയി. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ മൂപ്പൻ മരിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് മൂപ്പൻ? ഞാൻ പറയാം, ബാലമൂപ്പൻ. എന്ത് പറ്റി? അയ്യോ അത് ആന കുത്തിക്കൊന്നാന്ന് പറഞ്ഞു. ഇയാൾ കൈ പിന്നിക്കെട്ടി കുഞ്ഞേ പോകത്തുള്ളൂ, മലയല്ലേ മേടല്ലേ, തേരി പോലെ ഇങ്ങനെ കുത്തനെ കയറണം. ആടിനെയൊക്കെ അപ്പുറത്താക്കാൻ വേണ്ടി പോയതാണോ ഇനി കൊണ്ടുവരാൻ വേണ്ടി പോയതെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുനിഞ്ഞു പോയിട്ട് നേരെ നോക്കുന്നത് ആനയുടെ മുമ്പിൽ ചെന്ന് വിട്ടു. അപ്പോൾ ആന മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ മുരുകാന്ന് വിളിച്ചത്ര, ഒച്ച ഇങ്ങനെ സൗണ്ട് കിട്ടണം. അപ്പോൾ ഇക്കരെ മലയിൽ
മറ്റേ എന്താ പണിക്കാറുണ്ട്, തൊഴിലുറപ്പിൻ്റെ പണിക്കാറുണ്ട്. അവരിങ്ങനെ പഴയ സമയത്ത് മുരുകാന്ന് ഉറക്കം ഒരു വിളി കേട്ടു അത്ര. പിന്നെ നോക്കുമ്പോൾ ആന ഇങ്ങനെ നിൽക്കുന്നതെന്ന്. കുറച്ച് നേരം നിന്നു ആന. പിന്നെ ആനയെ ഒട്ടിച്ചിട്ടിട്ട് ആൾക്കാരെല്ലാം പോയി എടുത്തുകൊണ്ട് വന്ന് അപ്പോഴത്തേക്കും എന്താ പറയുക, സംഗതി പോയി. അങ്ങനെ മൂപ്പൻ്റെ സമാധി ഇവിടെ ഇട്ടൊക്കെ. ഞാനിങ്ങനെ വൈകുന്നേരം ജനലിങ്ങനെ തുറന്ന്, അപ്പുറം വീട്ടിൽ ജനൽ തുറന്ന് ഞാൻ നോക്കുമ്പം അവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തുണ്ടാവും. അപ്പം നെഞ്ചിനകത്ത് വല്ലാത്തൊരു വിങ്ങൽ. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണോ എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടവരല്ല, എന്നാൽ പോലും നമ്മുടെ ബാലമൂപ്പൻ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സമാധിയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമം. ഇപ്പോഴും എൻ്റെ കണ്ണ് ചങ്ക് പടയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധി ഇപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് എന്നോട് വന്ന് സംസാരിക്കുകയും ചിരിപ്പിക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ലൊരു മൂപ്പനായിരുന്നു. അങ്ങനെ മൂപ്പനോടെ സമാധിയായി, ഞാനിവിടെ ഇരിപ്പുമായി. അപ്പോൾ ഞാനിങ്ങനെ രാത്രി വൈകുന്നേരം നിങ്ങളിങ്ങനെ നിന്നിട്ട് സംസാരിക്കും. തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിലും ബാലമൂപ്പ അങ്ങക്ക് സുഖമാണോ, അങ്ങ് ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, നമ്മുടെ നേപ്പാളി പെണ്ണ് ചായയും കൊണ്ട് വന്നില്ലേ, ആ പെണ്ണോടുന്ന് പോയി എന്നൊക്കെ തമാശ ഇങ്ങനെ പറയും. പക്ഷേ കേൾക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ എന്താ ചെയ്യുക, ഓരോ മനുഷ്യർക്ക് നൊടിയിടയില്ല ജീവൻ പോണതല്ലേ. ടക്കടക്കേന്ന് ഒറ്റ സെക്കൻഡ് മതി ജീവൻ പോകാൻ. ഇതാണ് അഹങ്കാരം. എന്തോ ഒരു അഹങ്കാരമോ ഓരോ മനുഷ്യർക്ക്. സാരമില്ല, എല്ലാം ഒറ്റ നിമിഷത്തിൽ തീരുന്നു. അഹങ്കാരം കാണിക്കുന്നവർക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞു പോയി, എവിടേക്ക് എത്തി അല്ലേ. നോക്കി ബൈ കൂട്ടുകാരെ കേട്ടോ. ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ ഏകാന്തതയിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഏകാന്തത ഇപ്പം ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്ന ഏകാന്തത എന്താണെന്നറിയില്ല. ഓക്കെ ബൈ.